ഹലോ വെൽക്കം ബാക്ക് ടു ശ്വേത സതീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തൊട്ടടുത്ത സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ബട്ടൺ, ലൈക്ക്, ഷെയർ, ഇഷ്ടപ്പെട്ട കൂടെ ഓളൊന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ ഈ അമ്പലത്തിൽ വന്നത് ഒരുപാട് കാലത്തെ എൻ്റെ ആഗ്രഹമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ എത്തിയിട്ട് പോലും എനിക്ക് ഇതുവരെ ക്ഷേത്രത്തിലേക്ക് കയറാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ അത് എനിക്ക് ഭഗവാൻ സാധിച്ചു. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ എൻ്റെ സമയം ഇപ്പോഴാണ് സാധിച്ചത്. അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതുട്ടോ. ഒത്തിരി പേര് പറയുന്ന കേട്ടിട്ടുണ്ട്, അസുഖങ്ങളൊക്കെ ഉള്ളത് ഇവിടെ വഴിപാടൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചാൽ മാറുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് ഒന്ന് അന്വേഷിച്ച് നോക്കുക. ഇത് വരുന്നത് കണ്ണൂർ ജില്ലയിൽ ചിറക്കൽ ആണ് കേട്ടോ. ഇതൊക്കെ വരുന്നത് ചിറക്കച്ചിറേൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രങ്ങളെല്ലാം വരുന്നത് കേട്ടോ. പിന്നെ അവിടുന്ന് ചുറ്റുമൊക്കെ ചെയ്തതിന് ശേഷം നേരെ പോയത് നമ്മുടെ കിഴക്കേക്കര ശ്രീകൃഷ്ണ മതിലക ക്ഷേത്രം. ചിറേൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. മറ്റേ ധന്വന്തരി അപ്പുറത്തെ സൈഡ് ഓപ്പോസിറ്റ്, ഇത് ഇപ്പുറത്തെ സൈഡ് ഓപ്പോസിറ്റ് കേട്ടോ. അടിപൊളി അമ്പലമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വെഡ്ഡിങ് ഷൂട്ട്, ടെമ്പിൾ ഷൂട്ടൊക്കെ എടുക്കാൻ പറ്റുന്നവർ, അല്ലാത്ത ഷൂട്ടൊക്കെ എടുക്കാൻ പറ്റുന്നത് നല്ലൊരു സ്പോട്ടും കൂടിയാണ് ഈ അമ്പലം. പക്ഷേ പീസ്ഫുള്ളായിട്ടുള്ളൊരു അമ്പലം കൂടിയാണ്. പിന്നെ ഇവിടെ ശിവൻ്റെ ഒരു പ്രതിഷ്ഠയും കൂടി ഉണ്ട് കേട്ടോ. നല്ലൊരു അമ്പലമാണ് കേട്ടോ. ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ സൈഡിൽ കസ്തൂർബ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അപ്പം കുട്ടികൾക്കൊക്കെ എന്ത് ഭാഗ്യം, അമ്പലം, സ്കൂള്, ചിറയിലായിട്ട് നല്ലൊരു ഏരിയയും കൂടിയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ചുറ്റുമൊക്കെ ചെയ്ത് അവിടുന്ന് നേരെ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മുടെ ചിറക്കച്ചിറ കേട്ടോ. ചിറ വലിയൊരു ചിറയാണ്. നല്ലൊരു നമുക്ക് കുറച്ച് സമയം അവിടെ ഇരിക്കാനും പറ്റും. നല്ലൊരു ഇതാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഇവിടെ ശ്രീകൃഷ്ണൻ എന്നത് കടലായി ഉത്സവത്തിൻ്റെ സമയത്ത് ആറാട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ കേട്ടോ. അതും കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ നേരെ പോവാണ് അടുത്ത ക്ഷേത്രത്തിലേക്ക്. അതായത് ഞാൻ എപ്പോഴും എല്ലാ മാസവും ഞാൻ വരുന്നൊരു സ്ഥലമാണ് കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം. എനിക്ക് ഒത്തിരി വിശ്വാസമുണ്ട് കൃഷ്ണനിൽ. കാരണം ഒത്തിരി കാലം ആഗ്രഹിച്ചതൊക്കെ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കേട്ടോ. വലിയ വലിയ കാര്യമൊന്നും ഞാൻ ആഗ്രഹിച്ചു, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൽ വന്ന് കുറച്ച് തൊഴുത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചുറ്റുമ്പോൾ ഇവിടെ ഇങ്ങനെ കൃഷ്ണൻ്റെ ഓരോ ഇത് ഫ്രെയിം ചെയ്തിട്ട് ഇങ്ങനെ ചുമരിൽ ഇങ്ങനെ വച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരു വഴിപാട് ചെയ്യാനുണ്ടായിരുന്നു, പാൽപ്പായസം. അതിൻ്റെ വഴിപാടിൻ്റെ ഷീറ്റൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് സമയം ലേറ്റ് ആവും കിട്ടാൻ വേണ്ടി, കാരണം 11 മണിയാവുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് യൂട്യൂബിലേക്കുള്ള ഒരു കുഞ്ഞ് ഷോർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പാൽപ്പായസമൊക്കെ വാങ്ങിച്ചു നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പം പിന്നെ കാണാം.